ഉൽപാദനം കുറഞ്ഞതോടെ കൊക്കോ വില വീണ്ടും ഉയരുന്നു. ചിങ്ങമാസത്തിലെ മഴ തന്നെയാണ് ഇത്തവണ കൊക്കോയുടെ വില്ലനായി മാറിയത്. ശക്തമായ മഴയിൽ ഒട്ടുമിക്ക തോട്ടങ്ങളിലും വ്യാപകമായി പൂക്കൾ കൊഴിഞ്ഞത് ഉൽപാദനത്തിൽ കുറവ് വരുത്തിയതായി കർഷകർ പറയുന്നു. ഉൽപാദനം ഇടിഞ്ഞതോടെ മാസങ്ങൾക്ക് മുമ്പ് കൊക്കോ വില 1000 കടന്നിരുന്നു. കൊക്കോ വിലയിൽ വീണ്ടും കുതിപ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരുള്ളത്. ഉൽപാദനത്തിൽ വന്നിട്ടുള്ള കുറവാണ് കർഷകരുടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം. വിപണിയിലേക്ക് ഇനിയും വേണ്ടവിധം ഉൽപ്പന്നം എത്തിത്തുടങ്ങിയിട്ടില്ല. ചിങ്ങമാസത്തിലെ മഴ തന്നെയാണ് ഇത്തവണ കൊക്കോയുടെ വില്ലനായി മാറിയത്. ശക്തമായ മഴയിൽ ഒട്ടുമിക്ക തോട്ടങ്ങളിലും വ്യാപകമായി പൂക്കൾ കൊഴിഞ്ഞത് ഉൽപാദനത്തിൽ കുറവ് വരുത്തിയതായി കർഷകർ പറയുന്നു. പൂക്കൾ കൊഴിഞ്ഞതോടെ കൊക്കോ മരങ്ങളിൽ കായപിടുത്തം തീരെ കുറഞ്ഞു. കൊക്കോ ഉൽപാദനത്തിൽ ഇടിവ് സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ചെറുകിട ചോക്ലേറ്റ് വ്യവസായികൾ നേരത്തെ ചരക്ക് സംഭരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഉൽപാദനം ഇടിഞ്ഞതോടെ മാസങ്ങൾക്ക് മുമ്പ് കൊക്കോ വില 1000 കടന്നിരുന്നു. പിന്നീടത് ക്രമേണ കുറഞ്ഞ് 500-ലും താഴെയെത്തി. വിപണിയിലേക്ക് ഉൽപ്പന്നം എത്തുന്നതിൽ വലിയ കുറവ് വന്നതോടെ കൊക്കോ വില പതിയെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് കർഷകർ കൂടുതലായി കൊക്കോ പരിപ്പ് പച്ചയ്ക്ക് നൽകുന്ന പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ കർഷകർ കൂടുതലായി കൊക്കോ പരിപ്പ് ഉണക്കിയാണ് നൽകിയത്. ഉണങ്ങിയ പരിപ്പിന് മാത്രമല്ല പച്ചപ്പരിപ്പിനും പോയ സീസണിൽ മെച്ചപ്പെട്ട വില ലഭിച്ചിരുന്നു.